ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല പലഹാരമായിട്ടുള്ള ചെറുപയർ സുഖിയനാണ്. വളരെ രുചികരമായിട്ട് നല്ലൊരു സുഖിയൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സുഖിയൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ ചെറുപയർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പയർ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി വെക്കുകയാണ്. കൂടുതൽ വേണ്ട നമുക്ക്, കാരണം കൂടുതൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് ഒരു 3 വിസിൽ വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഉടൻ തന്നെ ഈ പ്രഷർ കംപ്ലീറ്റ് കളയരുത്. ഇതിൽ പ്രഷർ ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ ഈ പയറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിക്ക് ഒരല്പം പോലും വെള്ളമില്ല, അതുപോലെ തന്നെ അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്ങാനും വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ പയറെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. 250 ഗ്രാം അളവിൽ ശർക്കര എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് അരിച്ചുകൂടി എടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ 1 കപ്പ് നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ ശർക്കര പാനിയിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റി കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഈ പയറൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഒരുപാട് ഉടയ്ക്കാൻ വേണ്ടി നിൽക്കേണ്ട, എന്നാലും ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഉടച്ചെടുക്കണം. അതായത് നമുക്കിങ്ങനെ ഉരുണ്ട പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് അത് ബോൾ പോലെ കിട്ടണം. ആ ഒരു രീതിക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒന്നും വെക്കരുത്, കാരണം ഇതിലേക്ക് വെള്ളമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അത് അടുക്കി പിടിക്കും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ കുഴഞ്ഞ മട്ടിൽ വേണം കേട്ടോ നമ്മുടെ ഈ മിക്സ് ഉണ്ടാകാനായിട്ട്. പറഞ്ഞതുപോലെ പയറെല്ലാം ഒരുപാട് ഇങ്ങനെ ഉടച്ചെടുക്കരുത്. ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പയറൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്കിപ്പോൾ അങ്ങനെ ചെറിയ കുട്ടി ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബാറ്ററും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു ബോളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. വളരെ കുറച്ച് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റിലേ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ചായിട്ട് വേണം വെള്ളം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതുപോലെ ഇത്രയും കട്ടിക്കായിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകാനായിട്ട്. അതായത് ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കാകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാവില്ലേ, ദോശ ബാറ്റർ അല്ല, ഇഡ്ഡലി മാവ് കുറച്ച് കട്ടിക്ക് ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ബാറ്റർ ഉണ്ടാകണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ചെറിയ ബോൾസാക്കിയിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. കയ്യിലേക്ക് കുറച്ച് മിക്സ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് ചെറിയ ബോൾസാക്കിയിട്ട് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. 1 കപ്പ് ചെറുപയറിൽ നിന്നും നമുക്ക് ഇത്രയും ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാവിലേക്ക് ഡിപ്പ് ചെയ്ത് വേഗം തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കൂട്ടി വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇതിനുള്ളിലുള്ള ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുള്ളതാണ്. അതിനെപ്പോലെ നമ്മൾ പുറത്തുള്ള ആ ഒരു മാവ് മാത്രം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. പുറം ഭാഗം നല്ല ക്രിസ്പി ആകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. നന്നായിട്ട് തന്നെ പുറം ഭാഗം നല്ലപോലെ ഹാർഡായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ സുഖിയനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.